കില്ലർ കില്ലർ മൂവി എന്ന് പറഞ്ഞാൽ കില്ലർ മൂവി ഉയിർ. ഇന്നത്തെ സിനിമ ഉയിറാണ്. ഇതിൽ ഇമോഷണലി വളരെയധികം കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഇതിൽ നിന്ന് ഈ സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ടർ എം പത്മകുമാറാണ്. നല്ലൊരു മികച്ച രീതിയിലുള്ള ഒരു ഡയറക്ഷനായിരുന്നു ഈ പടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു സെക്കൻഡ് പോലും നമ്മളെ സ്ക്രീനിൽ നിന്ന് കണ്ണടിപ്പിക്കാതെയാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നത്. അത്രയ്ക്ക് കിടിലൻ ഡയറക്ഷനായിരുന്നു ഈ പടത്തിന് നിന്ന് നമുക്ക് കിട്ടിയത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പോലെ നല്ല കറക്റ്റ് ആക്ടേഴ്സായിരുന്നു ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് 2 പേരാണ്, ഷാജി ആൻഡ് നിഖിൽ കെ മേനോൻ. ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതിൻ്റെ. ഒരു ലാഗും തന്നെ തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ മ്യൂസിക് മണികണ്ഠൻ അയ്യപ്പ. നല്ല BGMഉം അതിനനുസരിച്ചുള്ള സോങ്ങും, നല്ല കറക്റ്റ് പ്ലേസിംഗ് ആയിട്ടുള്ള കറക്റ്റ് സീനിനോട് നീതി പുലർത്തിയിട്ടുള്ള നല്ല കിടിലൻ സോങ്ങുകളുണ്ട്. അതേപോലെ തന്നെ നല്ല BGMഉം. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് രഞ്ജൻ എബ്രഹാമാണ്. കുറച്ച് മുന്നത്തെ സിനിമകളിലൊക്കെ രഞ്ജൻ എബ്രഹാം എല്ലാ പടത്തിലും എഡിറ്ററായിരുന്നു. ഇപ്പോൾ കുറച്ച് കാണാറില്ല. ഇപ്പോൾ ഇതിലും മോശമാക്കിയിട്ടില്ല. വളരെ ഗംഭീരമായിട്ട് തന്നെ ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു വർക്കായിരുന്നു രഞ്ജൻ എബ്രഹാമിൻ്റെ. പക്ഷേ ഈ മൂവി തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ പടം തിയേറ്ററിൽ സക്സസ് ആവാണ്ട് പോയൊരു മൂവിയാണ്. പക്ഷേ ഞാനിത് OTT യിൽ നിന്നാണ് കണ്ടത്. വളരെ നല്ലൊരു മൂവി. എന്തുകൊണ്ട് ഇത് തിയേറ്ററിൽ വിജയിച്ചില്ല എന്നുള്ളത് അറിയില്ല. ഒരു സെക്കൻഡ് പോലും നമ്മളെ സിനിമയിൽ നിന്ന് മാറാൻ സമ്മതിക്കാതെയാണ് ഇതിൻ്റെ സ്റ്റോറി നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെയുള്ള ഡയറക്ഷനും നമ്മളെ അവിടുന്ന് മാറാൻ സമ്മതിക്കില്ല. ആ രീതിയിലാണ് നമ്മളെ നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇത് മുന്നോട്ട് പടം കൊണ്ടുപോകുന്നത്. വിഷ്വലി നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു മൂവിയായിരുന്നു ഉയിർ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ റോഷൻ മാത്യു, ബൈജു സന്തോഷ്, അതുല്യ ചന്ദ്ര, ഷാജു, വിനീത് തട്ടിൽ ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വരുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു അഭിനയം തന്നെയായിരുന്നു വിനീത് തട്ടിലിൻ്റെ. അതുപോലെ ബൈജു സന്തോഷും ഇതിൽ നല്ലൊരു വേഷമായിരുന്നു. റോഷൻ മാത്യു ഇതിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല കിട്ടിലൻ ആക്ടിങ്. ഇതിലൊരു വില്ലനുണ്ട്, ഒരു തമിഴാണ്, വിനോദ് സാഗർ. പണ്ട് രാക്ഷസ് എന്നൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭുവൻ എന്നാണ് ആളുടെ കഥാപാത്രത്തിന് ഇതിലെ പേര്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ള ഒരു വില്ലനായിരുന്നു ഇതിൽ. പല രീതിയിൽ പോലീസുകാരെ പിടിക്കപ്പെടാതെ അങ്ങനെ ഒഴിഞ്ഞു മാറി എന്നിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു അഭിനയമായിരുന്നു ഇതിൽ ഈ ഒരു ആക്ടർ കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ലൊരു അടിപൊളി അഭിനയമായിരുന്നു ആൾ. നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇതിലെ ആക്ട്രസ് ശ്രുതി മേനോൻ വളരെ ഗംഭീര അഭിനയമായിരുന്നു കേട്ടോ. ഇത്രയും പ്രതീക്ഷയില്ല, അത്രയ്ക്ക് രസമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഈ മൂവി തുടങ്ങുന്നത് തന്നെ ഒരു മിസ്സിങ് കേസിലൂടെയാണ്. ഒരു ചെറുപ്പത്തിൽ ഇതിൽ മെയിൻ കഥാപാത്രം ചെയ്തിട്ടുള്ള റോഷൻ മാത്യു അവൻ്റെ പെങ്ങൾ ഒരു ട്രെയിനിൽ വെച്ചിട്ട് മിസ്സാവുന്നതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അങ്ങനെയാണ് പടം തുടങ്ങുന്നത്. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം റോഷൻ മാത്യു ഒരു പോലീസ് ഓഫീസറായിട്ട് ആണ് പിന്നെ കാണിക്കുന്നത്. ഇതിൽ റോഷൻ മാത്യു ഒരു SI ആണ്. SI എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ പീരീഡാണ്. അപ്പോൾ അതിൽ ആൾക്കൊരു കേസ് കൊടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ആ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും ഈ കേസ് വഴി മാറി ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൻ്റെ പ്രതിയെ പിടിക്കുകയും പിന്നെ അവിടുന്ന് വഴി മാറി വേറെ രീതിയിലേക്ക് പോവുകയും പിന്നെ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുകയും അങ്ങനെ നല്ല ഒരു സസ്പെൻസും അങ്ങനെ ഒരു ഗംഭീര ക്ലൈമാക്സും ആയിട്ടുള്ള ഒരു നല്ല ഗംഭീര പടം, നല്ല ഞെട്ടിച്ച് കളഞ്ഞ പടം. നല്ല മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിരുന്നു ഇത്. അത് തിയേറ്ററിൽ എന്തുകൊണ്ട് ഇത് ഫ്ലോപ്പായി എന്നറിയില്ല. വെച്ചാൽ നെഗറ്റീവ് റിവ്യൂ കുറേ വന്നിട്ടുണ്ടായിരിക്കാം.